അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 24 ഞായറാഴ്ച. വകുപ്പ് മന്ത്രിമാർ അറിയാതെ 6 കളക്ടർമാരുൾപ്പെടെ 15 IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് വിവാദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിലായിരിക്കെ ഫോണിൽ അറിയിച്ചാണ് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ മന്ത്രിമാർ എതിർപ്പറിയിച്ചു. വ്യവസായ വകുപ്പ് ഡയറക്ടർ, ജല അതോറിറ്റി MD എന്നിവരുടെ നിയമനം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫും അറിഞ്ഞില്ല. റവന്യൂ മന്ത്രി അറിയിക്കാതെയാണ് 6 ജില്ലാ കളക്ടർമാരെ മാറ്റാൻ ഉത്തരവിട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറെ നിയമിച്ചതും വിവാദമായിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി നടത്തിയ വിവാദ സ്ഥലംമാറ്റ ഉത്തരവ് ഇങ്ങനെ: പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും PB നൂഹിനെ GST കമ്മീഷണറായും നിയമിച്ചു. K ഇമ്പശേഖർ വാട്ടർ അതോറിറ്റി MDയാകും. കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ K വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറായും സ്നേഹിൽ കുമാർ സിംഗിനെ എൻട്രൻസ് കമ്മീഷണറായും നിയമിച്ചു. കൊല്ലം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, കണ്ണൂർ, ആലപ്പുഴ ജില്ലാ കളക്ടർമാരെ തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന നിർദ്ദേശത്തോടെ തിടുക്കത്തിൽ മാറ്റിയിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാറിന്റെ ഭൂരിഭാഗം നിബന്ധനകളും ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞങ്ങളൊരു ധാരണാപത്രത്തിന്റെ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായ് പറഞ്ഞു. പിണറായി സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതി പ്രകാരം 93 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. +1 സീറ്റ് വർദ്ധിപ്പിക്കേണ്ടിവരും. അധിക സീറ്റും താൽക്കാലിക ബാച്ചുകളും ഉണ്ടാകും. പാഠപുസ്തക വിതരണം ഈ മാസം 29-നകം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങൾക്കുള്ള നമ്പറുകളായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ കാറിന് 1-ാം നമ്പറും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടേത് 9-ാം നമ്പറുമാണ്. 2-ാം നമ്പർ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാഹനത്തിനാണ്. മോൻസ് ജോസഫിന് 3-ഉം സണ്ണി ജോസഫിന് 4-ഉം K മുരളീധരന് 11-ഉം AP അനിൽകുമാറിന് 7-ഉം നമ്പറുകൾ ലഭിച്ചു. PC വിഷ്ണുനാഥ് 12, M ലിജു 18, റോജി M ജോൺ 16, T സിദ്ദിഖ് 15, KA തുളസി 8, ബിന്ദു കൃഷ്ണ 27, OJ ജനീഷ് 19, N ഷംസുദ്ദീൻ 21, KM ഷാജി 13, PK ബഷീർ 17, VE അബ്ദുൽ ഗഫൂർ 14, അനൂപ് ജേക്കബ് 5, ഷിബു ബേബി ജോൺ 51, CP ജോൺ 6 എന്നിങ്ങനെയാണ് അനുവദിച്ച വാഹന നമ്പറുകൾ. നവകേരള യാത്രയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ 5 പോലീസുകാരും കുറ്റക്കാരാണെന്ന് ആരോപിച്ച് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. അനിൽ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നിവരാണ് പ്രതികൾ. വകുപ്പ് ചുമത്തിയിട്ടില്ല. 5 പേർക്കുമെതിരെ വകുപ്പുതല നടപടിയും ഉണ്ടാകും. ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ വീഴ്ച ചൂണ്ടിക്കാണിച്ച ആദ്യ കേസ് ഡയറി തിരുത്തിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വന്നേക്കും. ADGPയാണ് അട്ടിമറിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ SITക്ക് മൊഴി നൽകിയിരുന്നു. കേസ് അട്ടിമറിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് മർദ്ദനമേറ്റ ആലപ്പുഴ MLA AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ആവശ്യപ്പെട്ടു. മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളുടെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ നാളെ ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ സാവകാശം തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് സർക്കാർ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. മാധ്യമങ്ങളോടുള്ള സമീപനവും സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ പരാജയവും ഈ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. UDF ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളുമായുള്ള വിടവ് നികത്താൻ കഴിഞ്ഞില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി.
ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരമായി പ്രവർത്തിച്ചെന്ന എൽഡിഎഫ് ആരോപണം ശരിവയ്ക്കുന്ന നടപടിയാണിതെന്നും സിപിഎം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഎം നേതാവ് പി രാജീവ്. ബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നയാളെ ബിജെപി സർക്കാർ ചീഫ് സെക്രട്ടറിയാക്കിയതിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നെന്നും പി രാജീവ് പറഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൌണ്ട് കേന്ദ്ര സർക്കാർ പൂട്ടിച്ചത് ജനാധിപത്യ പ്രതിഷേധങ്ങളോടുള്ള അസഹിഷ്ണുതയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഈ കൂട്ടായ്മ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വരുമോ എന്ന ഭയമാണ് ബിജെപിയെ ഭരിക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ ഉന്നയിച്ച ആരോപണത്തിന് പിറകിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്ന് താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ ശ്വേത മേനോൻ. അൻസിബയെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. മാധ്യമങ്ങളോട് പറഞ്ഞ പരാതി അമ്മയ്ക്ക് ലഭിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാജിക്കത്തിൽ ടിനി ടോമിനെതിരായ പരാതിയില്ല. മതസ്ഥാപനത്തെ സ്പോൺസറാക്കിയതിനെ അൻസിബ എതിർത്തിരുന്നുവെന്നും ശ്വേത മേനോൻ പറഞ്ഞു. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കാൻ കാരണം ടിനി ടോമാണെന്നും തന്നെ ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്നും മറ്റു പലരുമായും അവിഹിതമുണ്ടെന്ന് ആരോപിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചെന്നും അൻസിബ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. 12 കോടി രൂപയുടെ വിഷു ബമ്പർ ലോട്ടറി കരുനാഗപ്പള്ളി സ്വദേശിയും ലോട്ടറി കച്ചവടക്കാരനുമായ പൊന്നന്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണ് പൊന്നൻ. പൊന്നനും ഭാര്യ രാധാമണിയും മകൻ വിനോദ് കുമാറും ലോട്ടറി കച്ചവടക്കാരാണ്. കൊറോണ സമയത്താണ് ലോട്ടറി കച്ചവടം തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ്. പിണറായിയുടെ പെരുമാറ്റം ചക്രവർത്തിയെപ്പോലെയായിരുന്നെന്നും പ്രതിച്ഛായയാണ് തിരിച്ചടിയുടെ മുഖ്യ കാരണമെന്നുമാണ് വിമർശനം. കൊല്ലം കടയ്ക്കലിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയതെന്ന് പോലീസ്. അഞ്ചുമുക്ക് സ്വദേശി സുഗതൻ, ഭാര്യ ലത എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ചികിത്സയിലിരുന്ന ഭർത്താവും മരിച്ചു. മരിച്ച സോനയുടെ ഭർത്താവ് രജിൻ ലാലാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. യുഎഇയിലെ ഷാർജയിൽ മലയാളി യുവതിയെയും 5 വയസ്സുകാരിയായ മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ അഴീക്കോട് പുതിയകാവ് ആർഷ അഷിത ഭവനത്തിൽ ആർഷയും ഏകമകൾ റൂഹിയുമാണ് മരിച്ചത്. ആർഷയ്ക്ക് 35 വയസ്സായിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പഞ്ചാബിലെ കബൂർത്തല ജയിലിൽ തടവുകാർ തമ്മിൽ കൂട്ടത്തല്ലും തീവയ്പും. രാത്രി 8:30യോടെയാണ് ജയിൽ വളപ്പ് യുദ്ധക്കളമായത്. ജയിലിലെ ഒരു തടവുകാരനുമായി ഉണ്ടായ നിസ്സാരമായ തർക്കമാണ് പിന്നീട് തടവുകാരും വിചാരണ തടവുകാരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. തടവുകാർ ജയിലിലെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തു. 4 നമ്പർ ബാരക്കിന്റെ ഭിത്തികൾ തടവുകാർ ഇടിച്ചു നിരത്തി. ജയിലിന്റെ ഒരു ഭാഗത്തിന് തീയിടാൻ ശ്രമിക്കുകയും ചെയ്തു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചെന്ന് സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ. ഇതോടെ തങ്ങളുടെ പ്രധാന ആശയവിനിമയ മാർഗങ്ങളും രാഷ്ട്രീയ ക്യാമ്പയിനുകളും തടസ്സപ്പെടുകയും പാർട്ടിയുടെ പ്രവർത്തനം വഴിമുട്ടുകയും ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. 10 ലക്ഷം പേർ അംഗങ്ങളായി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ച് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസായ സേവ തീർത്ഥ് ഹാളിൽ നടന്ന അതീവ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയിലാണ് റൂബിയോ ഈ ക്ഷണം കൈമാറിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും 1 മണിക്കൂറിലധികം ചർച്ച നടത്തി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സുലൂർ മേഖലയിൽ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ കാണാതായ 10 വയസ്സുകാരിയെ കണ്ണമ്പാളയം തടാകത്തിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കാർത്തിക്, മോഹൻരാജ് എന്നിവരടങ്ങുന്ന 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മക്കയിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ തീർത്ഥാടകരും ഇതിനകം മക്കയിലെത്തി.
തീർത്ഥാടകരെ 17 എംബാർക്കേഷൻ കേന്ദ്രങ്ങളിൽ നിന്നായി 34 ദിവസം നീണ്ടുനിന്ന വ്യോമ സർവീസിലൂടെയാണ് മക്ക ജിദ്ദ വഴി പുണ്യഭൂമിയിൽ എത്തിച്ചത്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് വൻ തിരിച്ചടി. സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണ പറക്കലിന് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിശ്ചിത സ്ഥാനത്ത് പതുക്കെ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ റോക്കറ്റിന് പെട്ടെന്ന് തീപിടിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ വൻ സ്ഫോടനത്തോടെ തകരുകയുമായിരുന്നു. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഇറാൻ. യാതൊരു കാരണവശാലും ഹിസ്ബുള്ളയെ കൈവിടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. IPL-ൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തകർത്ത് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി പഞ്ചാബ് കിങ്സ്. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നേടിയ സെഞ്ചുറിയാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ലക്നൌ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസാണ് നേടിയത്. 44 പന്തിൽ 72 റൺസ് നേടിയ ജോഷ് ഇംഗ്ലീസാണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് 18 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. സിക്സർ അടിച്ചാണ് ശ്രേയസ് അയ്യർ സെഞ്ചുറിയും വിജയവും പൂർത്തിയാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.